ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. അപ്പോൾ വീട്ടുകാരെല്ലാവരും വരുന്നുണ്ട്. ബിഗ് ബോസിൽ നിന്ന് ഞാൻ വലിയ പരിപാടിയൊന്നും നടത്തുന്നില്ല. അത് കാരണം വിളിച്ചിട്ടൊക്കെ ഉണ്ട്. വരുമെന്ന് ഇനി അറിയില്ല. നമുക്ക് നോക്കാം ആരൊക്കെ വരും വരില്ല എന്നൊക്കെ. ഓക്കെ, അപ്പോൾ അതാ നമ്മുടെ സ്റ്റേജ് അല്ലാണ്ട് ചെറുതായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ബർത്ത്ഡേ കേക്ക് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ ഞാൻ ഫുള്ളായിട്ട് കാണിക്കാം. ഒരു മിനിറ്റ് കണ്ടോ, ഇങ്ങനെ മൊത്തം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ഇനി പൊട്ടിക്കുന്ന സാധനം ഒരു മുടി ഉണ്ടായിരുന്നില്ലമ്മ, അതോട്ടിക്കണല്ലേ. അപ്പോൾ ഇതാണ് ഫുൾ സെറ്റായിട്ട് വെച്ചിരിക്കുന്നത്. എന്താ ഇഷ്ടപ്പെട്ടാ? സൂപ്പറായിട്ടാ. എന്നൊക്കെ അവിടെ ഒരാൾ മൂളുണ്ട് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ കേക്ക് മുറിക്കുന്നു, പിന്നെ ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ പോന്നു. ഇനി ഞാൻ മേക്കപ്പൊക്കെ ചെയ്യണം. എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനി അതിൻ്റെ കുറച്ച് പരിപാടികളുണ്ട്. ഡ്രസ്സ് ഇത് ഞാൻ റെഡ് ഡ്രസ്സ് തന്നെയാണ് ഇട്ടുകൊടുക്കുന്നത്. നമ്മൾ വെറുതെ ആഡംബരമാക്കിയിട്ട് പുതിയ ഡ്രസ്സൊന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ റെഡ് തന്നെ മാച്ച് കിട്ടി എനിക്ക്. അപ്പോൾ പിന്നെ ഞാൻ ഇതന്നെ ഇടാമെന്ന് വിചാരിച്ചു. നോക്കട്ടെ. ബർത്ത്ഡേ ഞാനിങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വലിയ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഇതുവരെയായിട്ട് ഇങ്ങനെ ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചിട്ടില്ല. നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഒരാൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെ ബർത്ത്ഡേ? എൻ്റെ. ഹാപ്പി ബർത്ത്ഡേ ടു ശാരദയ്ക്ക് പൊങ്കാലെന്ന് വരും. ഒന്നോട്ടെ, ശാരദ ഒരുങ്ങി കിട്ടുകയാണ് കേട്ടോ. ഇതിനു വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്റെ ചെറുപ്പെടുത്തിട്ട് പറ്റേ ഇപ്പൊ വേറെ ഏതോ പഴയ ചെറുപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഞാൻ എന്താ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ്, മേക്കപ്പ് എന്ന് വെച്ചാൽ എന്തൊക്കെ കാര്യം പൊത്തിയുണ്ട് എനിക്ക് തന്നെ അറിയില്ല. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ഈ ലുക്ക്? ഇതാ ഫുൾ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ. കമ്മൽ ഞാൻ എന്നോ ഏതൊരു കല്യാണത്തിന് മേടിച്ച കമ്മൽ. അപ്പോൾ വൈറ്റ് ഉണ്ടാവും ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ അതെടുത്തിട്ടു. തൂണുകൾ ഇങ്ങനെ പറപ്പിച്ച് വിടലാണ്. വീർപ്പിക്കുക പറപ്പിക്കല്. ഇതാണ് ജോലി കേട്ടോ ഇവിടെ. ചിലവർക്ക് വീർപ്പിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഫോട്ടോ എടുക്കാനില്ല. ഞാനും അമ്മയും റെഡ് കണ്ട റെഡ് സാൻഡ്വിച്ച്. ദൈവമേ, ഞാനൊരു പേടി. അവിടെ ബലൂൺ പൊട്ടി അവിടെ വെച്ചത് എനിക്കറിയില്ല. ഗൈസ് അങ്ങനെ വലിച്ചു കയറി 3 വന്നിട്ടുണ്ട്. ഒന്നിവിടെ, 2 ഇവിടെ, 3 എവിടെയോ, 3 ഇവിടെ. എന്താണ് പരിപാടി ഇവിടെ? പരിപാടി ചിലപ്പോ ഫോണാച്ചി പിന്നെ വാ. ഫോണാച്ചി ഭർത്താവോ വലിയ മോനില്ല. എന്ത് ചെയ്യാ? വലിയ ഗിഫ്റ്റ് ചോദിക്കുന്ന ആളാണ് ഞാൻ. അത് വേണ്ട ഗിഫ്റ്റില്ല. ഗിഫ്റ്റില്ലേ നമ്മളവിടെ കുളിക്കുകയാണ്. എന്താ പരിപാടി ഗൈസ്? എടുക്കുന്നൊക്കെ ആര് ജയിക്കാൻ നോട്ടെ. അപ്പൂസ് പൊട്ടിക്കെടുത്തിട്ട് ചെവി പൊട്ടി പോയത്. വീർപ്പിക്കപ്പൂസേ. അമ്മൂപ്പ ജയിക്കും. ശരിട്ടാ. സാരി എടുക്കാൻ പറ്റുള്ളൂ തോന്നുന്നുണ്ട്. അവിടെ നിന്ന് കൊടുത്തു തന്നോടെ. വിജയിച്ചൊക്കെ ഗിഫ്റ്റ് തന്നുട്ടാ. നിന്റെ വക എന്തിട്ടാ? തുടങ്ങി അവിടെ ഉണ്ടെങ്കില് പൈസ തരണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ തന്നതല്ലേ, ഞാൻ തിരിച്ച് പിന്നെ കൊടുക്കണ്ടെന്ന് വെച്ചു. അപ്പൂസ മുന്റെ വക എന്താ? അയ്യോ, അത് തിരുവണ്ടോ. രണ്ടാളും വരരുത്. അതിന്റെ ജയേഷിന്റെ അവിടെ ജയേഷിനെ കാണാനില്ലല്ലോ. അമ്മൂന്റെ ബനിയനോ ദോര കളറാ ബലൂണു അല്ലേ? അപ്പൊ ഗൈസ് നമ്മുടെ ഷുഗർ ഫിൽസ് നമുക്ക് മിഠായി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. മിഠായി ഭയങ്കര ചീടാണ്. ഇവരുടെ ഒരു മിഠായി എടുത്ത് പറഞ്ഞിട്ടൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അത് വല്ലാത്തൊരു വൈറലായിരുന്നു. ദൈവമേ, ഞാൻ കാണിച്ചു തരേണ്ടതാ. ഇപ്പൊ സായിച്ചൊക്കെ ഒരു 9 മണിയാകുമ്പോഴേക്കും തൊപ്പിക്ക് ചേട്ടൻ പോവില്ലേ? 9 മണിയാകുമ്പോഴേക്കും നോവൈസ് വരും പറ്റും. ഇതാ മിഠായികള് കണ്ടോ? ടീമുണ്ട്. ലേറ്റ് ഇല്ല അല്ലേ? വീണ്ടും തിരിയാം. സാധനം ഇഷ്ടപ്പെട്ടില്ലേ? നമുക്ക് ഇതിലടിക്കാം, ഫ്ലാഷിലിട്ട് അടിക്കാം. ഓക്കെ. ഇവരുടെ ആക്രാന്തം മൂലം മിഠായി കുട്ടിച്ച് പോയി കൊടുക്കാൻ പോവാണ് ചേട്ടാ. പാവം ഉറങ്ങി കൊടുത്താൽ മതി ചേട്ടാ. മുത്തൂരോട് എന്താ മൂങ്ങനെ നോക്കിയിരിക്കണ മിഠായിക്ക്? എന്താ കഥ? വീഡിയോയിൽ രണ്ട് കാണിക്കുന്നു ഇതൊക്കെ. പാവ ചേട്ടാ കഷ്ടപ്പെട്ട് കുട്ടിക്ക് നോട്ടെ. ചേച്ചി പണിക്ക് പോണു. ചേച്ചി തമാശ
ആശിക്ക ഷോ വിജയിച്ചിട്ട് ഷോയാണ് വിളിച്ചാ പറഞ്ഞത് അതെ. അപ്പൊ ഗൈസ് എന്റെ ബന്ധുക്കളും എന്റെ ചേച്ചിമാരും എല്ലാരും കൂടിയിട്ട് ഷുഗർ ഫ്രീസിന്റെ മിഠായി കണ്ടപ്പോ ഇടുക്കെന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. അങ്ങനെ ചേട്ടൻ കഷ്ടപ്പെട്ട് ഈ ഒരു മിഠായി കുറിച്ചതുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഇവർക്ക് കൊടുത്തു നോക്കാം ടേസ്റ്റ് ഉണ്ടോ ഇല്ല എന്നുള്ള ഷുഗർ ഫ്രീസിന്റെ മിഠായി എങ്ങനെ ഉണ്ട് നമുക്ക് നോക്കാം. കഴിക്കും കഴിച്ചിട്ട് അഭിപ്രായം പറയണം കേട്ടോ. എല്ലാരും കഴിക്കട്ടെ. നിമ്മൂൽമേടെ കാണിക്കണ്ട ചേട്ടാ. നിമ്മൂൽമോടെ ഞാനും കഴിച്ചു നോക്കാം. ചേട്ടൻ കഴിക്കോ? ഇതാ എടുക്കോ? നമുക്ക് കഴിച്ചു നോക്കാം മെയിൻ ഇടുന്നുള്ളത്. അമ്മ പറയും കറക്റ്റ്. അമ്മക്ക് മിഠായി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പറയാം സുഹൃത്തായിട്ട് എല്ലാം പോലെ അമ്മ പറ അടിപൊളിയാ. നമ്മുടെ ചേച്ചി പറമേക്കാവൽ അമ്പലത്തിൽ പോയപ്പോ മുല്ലപ്പൂക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയുണ്ട് ഇതിന്റെ ഒപ്പം മുല്ലപ്പൂ അടിപൊളി. ചേച്ചിക്ക് അമ്മയ്ക്ക് മൂത്ത മോളുള്ള കാര്യം അറിയില്ലേ? മൂത്ത മോളിൽ മുല്ലപ്പൂ അങ്ങനെ വെക്കണ്ട. മൂത്ത മോളുടെ ബർത്ത്ഡേ അല്ലേ? എന്റെ ബർത്ത്ഡേ. ചേച്ചി ബിന്ദു പഠിക്കല് ബിന്ദു തിരിയും നിവേദിയ വിജയിച്ചിട്ട് ഫാൻസ് ഒക്കെ ഇടുന്നത് എന്താ ചെയ്യാ? തിരിയും വിളിക്കട്ടെ കേട്ടോ. ആരും പകുതി പേരെ എത്തിയിട്ടുള്ളൂ. വിളിക്കട്ടെ ഓക്കെ ബൈ. അങ്ങനെ നമ്മുടെ ആരാന്നൊക്കെ നമ്മുടെ ഫോട്ടോഗ്രാഫർ ചേട്ടനും അതുപോലെ നമ്മുടെ ഇവന്റിന്റെ ചേട്ടനും എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഷുഗർ ഫിൽസ് അല്ലേ മിഠായി? അതിലെ ചേട്ടൻ മിഠായി കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ സെറ്റപ്പ് ഇവന്റ് നോക്കൂ. ചേട്ടാ ഇവന്റ് നോക്കൂ. കൊള്ളാന്ന് രഞ്ജിത്തിന്റെ പണിയായിട്ടൊക്കെ. മറ്റേ KPC-ലെഴുതാ അവരാ പുസ്ന മുന അമ്മേട്ടത് ഫാൻ ഇട്ടോ നോക്കാം. അയ്യോ നോക്കൂ. കേക്ക് കാണിക്കൂ. കേക്ക് അല്ലേ? ഇതാണ് എന്റെ കേക്ക് ഗൈസ്. കേക്ക് താങ്ക് യു ചേച്ചി. ഇത് നമ്മുടെ അഭിചേട്ടൻ തന്നതാണ്. ഫുൾ അൺബോക്സിംഗ് വീഡിയോ ഞാൻ കാണിക്കും ഗിഫ്റ്റുകളുടെയും കാര്യങ്ങളുടെയൊക്കെ. ഓക്കെ ഗിഫ്റ്റ് തൊട്ട് വീട് തോന്നുന്നത് എവിടെ ഓടുന്നു എന്റെ ക്യാമറ ചേട്ടൻ സ്നേഹം കണ്ടു. അഭിചേട്ടൻ നമ്മുടെ ഹരിച്ചേട്ടൻ കൂട്ടിട്ടാണെങ്കിൽ ആ ഗിഫ്റ്റ് തന്നിരിക്കുന്നത് എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ അങ്കിൾ കേട്ടോ. അതൊക്കെ ഷട്ടിൽ കളിക്കാൻ മംഗളം കണ്ടിട്ടുണ്ടാവും വീഡിയോസിലും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ ഹായ് പറഞ്ഞോളോ? ഹായ് പറയോ? ഈ വീഡിയോയിൽ പറഞ്ഞാൽ വീഡിയോ ആയിരുന്നു. ഓക്കെ തൽക്കാലം പൊട്ടിയെങ്കിലില്ലേ? ഇത് പൊട്ടിയിട്ട് കൂടിയില്ല. അല്ല സ്പൂൺ എടുക്കണം. കൊടുത്ത സ്നോയെ അഞ്ചു അമ്മയ്ക്ക് കൊടുത്തു. ഇയാളെ കൂടെ ഞാൻ പഠിക്കണം. ഞാൻ എൻ്റെ ഒന്ന് പഠിക്കണം കേട്ടോ. പിന്നെ അമ്മയുടെ കൈ ഒന്ന് മാറ്റിയേ എൻ്റെ ഏട്ടാ കൂടെ കൊണ്ടുവന്നിട്ട്. അവിടെ
അങ്ങനെ വരുമോ? കിട്ടില്ലല്ലോ. അങ്ങനെ വരൂ, അങ്ങനെ വരൂ. ചെറിയ കഷ്ണം തരുമോ? ഓക്കെ, അങ്ങോട്ട് നല്ല കിട്ടാം. അഭിച്ചേട്ടാ, അഭിച്ചേട്ടാ വരൂ. ചേട്ടാ, ചേട്ടാ വിളിച്ചിട്ട് വരൂ. ഓഫ് ചെയ്തോ, ഓഫ് ചെയ്തോ. അഞ്ചോ കേക്ക് കൊടുത്തില്ലടി. ഇപ്പൊ അല്ലല്ല അടിപൊളി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അടിയാവും കൊളയിടൽ ചടങ്ങാണെന്നെ ഉമ്മക്ക് കൊടുത്തു. വിജയിച്ചി കല്യാണം കൂടി ഫോട്ടോ എടുക്കണ്ടേ? അടിച്ചേട്ടാ, ഹരിച്ചേട്ടാ കേക്ക് കഴിക്കണ്ടേ? താങ്കു എന്നോടൊപ്പം മറ്റേ പോണാ. താങ്ക് യു. മേലൂടൊക്കെ പഠിക്കുന്നു. പൊട്ടിക്കുള്ളിലേക്ക് പോയി തോന്നുന്നത്. വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. ഷുഗർ ഫിക്സ് ഞാൻ കൊടുത്തില്ല. ഇത് വെച്ചിട്ട് വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് ഷുഗർ ആണോ പൊട്ടിയെ? നോക്ക് ഗൈസ്, നോക്ക്. ഷുഗർ ഡയറ്റ് ആണല്ലേ? എല്ലാരും ഷുഗർ ഡയറ്റ്. എന്നാ താങ്ക് യു. എന്റെ മേത്തൊക്കെ കളയണു. ഷുഗർ ഡയറ്റ് ഉള്ള ആൾക്ക് കഷ്ടം കഴിച്ചു പോയാൽ അവരൊക്കെ ഷുഗർ ഡയറ്റാ. കുറച്ചൊക്കെ കഴിക്കും. അതെ, വിപുൽചന കഴിച്ചിട്ടില്ലേ? വിപുൽചന വേണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വിപുൽചന കഴിച്ചില്ല. എന്താ വേണ്ടെന്ന് പറഞ്ഞ കേക്ക്? അഭിഷേകം എപ്പോഴെങ്കിലും കഴിക്കാം. എന്തെങ്കിലും സാധനം പോകണ്ടേ നോക്ക്. വെറുതെ അഭിനയിക്കാലേ കഴിക്കില്ല. പടക്കം പൊട്ടിക്കണ ഫുള്ള് പടക്കം പൊട്ടിക്കണ എന്റെ അമ്മയാന്ന് തോന്നുന്നുണ്ട്. ബോംബ് പൊട്ടിച്ച് 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 ഞാൻ അടിക്കാം. നിങ്ങളെ കാലിലടിയിലാണോ? ഇങ്ങനെ കാലിലടിയിൽ ഇതൊക്കെ കൊണ്ട് നടക്കുക. കേക്ക് കട്ട് ചെയ്ത് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചോണ്ടിരിക്കുകയാണ്. തുടക്കണം. നിറച്ചുണ്ട് ഇവിടെയൊക്കെ. ആരത് വാങ്ങിച്ചു? ഭർത്താവ് എത്തിയിട്ടുണ്ട്. ഭർത്താവ് നോക്കൂ. വിജയിച്ച ഭർത്താവ് നോക്കൂ. നാണം നിങ്ങൾക്ക്.
കേക്ക് കൊടുക്കുക ചേട്ടന് നമ്മുടെ പൊട്ടി ബിരിയാണി ഉണ്ടോ ബിരിയാണി ചിക്കൻ കറി ഇതൊക്കെ വെജിറ്റേറിയൻ അമ്മ. അപ്പോ നമ്മള് വിളമ്പി വെച്ചിട്ടുണ്ട്. ഇനി ബിരിയാണി കഴിക്കാനായിട്ട് അവരെ വിളിച്ചിട്ട് അവർ വരുന്ന കാണാൻ ബിരിയാണി ഷുഗർ കാണാറ്റില്ലേ. അതാണ് നമ്മുടെ പൊട്ടിച്ചേട്ടൻ നാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ജോലി കാരണം ജോലി ഉണ്ടായിട്ട് എന്റെ ബർത്ത്ഡേക്ക് വന്നു. ശ്രീരാജേട്ടൻ എന്താ നാണം അല്ലാണ്ട് പിന്നെ ഇങ്ങനെ ഇരിക്കണേ ശീ പെണ്ണാണോ ശ്രീരാജേട്ടൻ നിങ്ങൾ കേക്ക് മുറിക്കണ മുമ്പൊന്നും വന്നില്ലല്ലോ ഇവിടെ പടക്കം പൊട്ടിക്കലേ പടക്കം. അതെ നമുക്ക് ഒരുമിച്ച് കയറാം. എനിക്ക് കണ്ടു കാണാം ചേട്ടാ ചിക്കൻ ഇത് നല്ല വിശപ്പുണ്ട്. കണ്ണു കാണാനല്ല വിജയിച്ച് കണ്ണു കാണാൻ വിശന്നിട്ട് എന്ത് ചെയ്യും? വെള്ള ഫുള്ള് തിരക്കാണ് കഴിച്ചു. ഫുൾ തിരക്കാണ്. അങ്ങോട്ട് കൂടെ ഓട്ടാണ് കഴിച്ചു നോക്കാം. വേണ്ട ഓക്കെ വേണ്ട കേസ് വേണ്ടെങ്കിൽ വേണ്ടാവോ അല്ല ഇരുന്നോളോ. താങ്ക് യു. അങ്ങനെ നമ്മുടെ ഷുഗർ ഫിൽസിലെ ചേട്ടൻ പോവാണ്. അഞ്ചു തറ്റ പറയാർക്ക് ഓ ആ ബൈ ബൈ. കൃത്യനിഷ്ഠതയുള്ള ക്യാമറമാനാ നോക്ക്. വീഡിയോ അവിടെ ഫുള്ള് വീഡിയോ എന്റെ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? സർലാസ് കഴിക്കില്ല, ഞാൻ കഴിക്കും. അച്ചാർ വന്നു, സർലാസ് വന്നു. എവിടെ എവിടെ വിളമ്പടി എന്റെ അഞ്ജലി എന്താണ് കൃത്യനിഷ്ഠത ഇങ്ങനെ ചിക്കൻ വിളമ്പുന്നത് വിളയത്തിയാണ്. മരിക വിളമ്പുക കണ്ണാണത് എനിക്ക് മതി. ചാറ് തരൂ ചാറ്. ബിരിയാണി 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 മതി മതി മതി. ജിജെ ഇത് കൂടെ പറന്നു വരികയാണോ? ജിജി ഇത് കൂടെ വരൂ. വേലക്കാരിയായിരുന്നല്ലോ നീ എൻ മോഹവല്ലി. ബിരിയാണി കഴിക്കട്ടെ കേട്ടോ നമ്മള്. ഇല്ലടാ 7 മണിക്ക് ചോറ് കൊണ്ടോണാ. ആണോ നിങ്ങൾ ചെയ്തിട്ടാ ഗൈസ്? എന്റെ ക്യാമറ ചേട്ടന്മാർ ഇവരൊക്കെ പോവാണ്. അപ്പിച്ചേട്ടനെ ഇപ്പൊ കാണിച്ച അപ്പിച്ചേട്ടനാ എനിക്ക് എന്നിട്ട് നിങ്ങളെ കാണിച്ചാ ഒരു കുഴപ്പമില്ല. അവരൊക്കെ പോവാണ്. എന്താ എന്താ അപ്പൊ ഇനി അടുത്ത പരിപാടിയൊക്കെ സെറ്റ് ആക്കാം. ക്യാമറ ചേട്ടാ താങ്ക് യു. അപ്പൊ തന്നെ എഡിറ്റ് ചെയ്തൊന്ന് വീഡിയോ എന്തെങ്കിലും പറയാണ്ടോ ക്യാമറ ചേട്ടനെ പറ്റിയിട്ട്? അടിപൊളിയില്ലേ? ഇഷ്ടപ്പെട്ടില്ലേ വീഡിയോ? എന്തെങ്കിലും കുട്ടികളുടെ പരിപാടി എല്ലാവരുടെ പരിപാടി ഉണ്ടെങ്കിൽ വാരിസ് ചേട്ടനെ ബന്ധപ്പെടുക. ഡെക്കറേഷൻ ദാ ചേട്ടനെ ബന്ധപ്പെടുക. ഇതാ ശരിക്കും നോക്കി നന്നായി ചെയ്താ കണ്ട പിന്നെ വിളിച്ചാൽ മതി, അവർ വരുന്നു കൂടെ. അതെ ഗൈസ്, അങ്ങനെ ബർത്ത്ഡേ പരിപാടി ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് കുറേ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടി. സായിച്ചേട്ടൻ നോറേജൊക്കെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര മണിക്ക് ഇത്രയും മനസ്സിലായില്ലേ? തൃശ്ശൂർ എത്തിയിട്ടുണ്ട് സായിച്ചേട്ടൻ. നോറ ചേച്ചി 10 മണിയാകുമ്പോൾ എത്തുന്നുള്ള മെസ്സേജ് വിട്ടിട്ടുണ്ട്. എന്താ സമയം എന്നൊന്നും എനിക്കറിയില്ല ഞാൻ എപ്പോൾ എത്തും നോക്കുള്ളത്. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ. ഇതെല്ലാം ബാക്കി ലാസ്റ്റ് പറയാട്ടെ ഞാൻ എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളതൊക്കെ. ഓക്കെ, നമ്മുടെ നോറ മസ്കാര എത്തിയിട്ടുണ്ട് കേട്ടോ. നോറ മോൾ എത്തി. നോക്കട്ടെ വരണ കാണാൻ നോറ മോള് വന്നിട്ടില്ല, ഇപ്പൊ എത്തുന്നുണ്ട്. ചേച്ചേട്ടനും എത്തിയിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. കേറ്. എന്തൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുപോകണം. എന്താണ് 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 വേണ്ട. സ്വാഗതം. അങ്ങനെ അമ്മ വരൂ വരൂ. വീഡിയോ കോള് ഉണ്ടായിരുന്നു ഒന്ന്. ശരിയാ അതല്ലേ? അത് വല്യമ്മ വല്യമ്മ സായിച്ചൊക്കെ എത്തും. എന്റെ വല്യ മേഡം മോളുടെ കുട്ടികള് വിജയിച്ചോടെ വിജയിച്ചി വരിയോ? അഞ്ചുനെ പിന്നെ അറിയാലോ ചേച്ചിനെ. അറിയാറിയാത്. അപ്പൊ താങ്ക് യു വന്നേന്. നിങ്ങൾ വരുന്നത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. സായിച്ചേട്ടൻ്റെ എത്തിയിരിക്കും. സായിച്ചേട്ടൻ ഞാൻ വിളിക്കും. സിജോച്ചേട്ടൻ പിന്നെ ദുഃഖം ദുഃഖം ആഘോഷിക്കുന്നത്. അമ്മ
കല്യാണം കഴിക്കാൻ പോണ ചേട്ടനാട്ടാ അമ്മൂമ്മ കല്യാണം കഴിക്കാൻ പോണ ചേട്ടനാ വലിയ ഗൈസ് നോറേച്ച് ഉപദേശിച്ച് നമ്മുടെ ജയചേട്ടൻ മിനിമിന് ഹാപ്പി റിട്ടേൺസ് ഓഫ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആരാണ് തട്ടണേ? ആരാണ്? അവള് കേക്കും കൊണ്ട് വന്നേക്കാണ് എന്റെ ചേച്ചി. കേക്ക് കഴി സൗദ കഴി. നല്ല ടേസ്റ്റുള്ള കേക്കാ, നല്ല കേക്കാ. കഴിച്ചോക്ക്. കേക്ക് കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നു. ഡയറ്റില്ല? ഷുഗർ ഡയറ്റാ? കഴിക്കില്ലേ? അതിൽ വെച്ച് കഴിച്ചു കേട്ടാ. അപ്പൊ താങ്ക് യു. വീണ്ടും ഞാൻ പറയാണ്, നിങ്ങള് ബിഗ് ബോസിന് വന്നതിന് നിങ്ങൾ മാത്രമേ ഉള്ളൂ. നന്ദി വേണം, നന്ദിന്ന്. സായിച്ചേട്ടൻ വന്നില്ലെങ്കിൽ ഞാനിന്ന് കൊല്ലും. അയ്യോ ഇവിടെ വയ്യ, സത്യത്തിൽ വയ്യണ്ടേ. ദുഃഖവെള്ളിയാന്ന് സിജുചേട്ടന് ദുഃഖവെള്ളി ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ നോറ മസ്കാര എന്ന് വിളിച്ച് ശീലായിട്ടേ. അമ്മൂന്ന് സംസാരിക്കോ? അമ്മൂമ്മ ഫുൾ അപ്സര നേരം വൈകി വന്നിട്ട് കാണാ വർത്താനം പറഞ്ഞിട്ട്. എവിടെയായിരുന്നു നിങ്ങള്? എനിക്ക് വണ്ടിയൊക്കെ അപ്പുറത്തേക്ക് മറിച്ചത് എന്തിട്ട് മേടിച്ചോണ്ടിരുന്ന നടക്കായിരുന്നു. എന്തൊരു കാണണവിടെ വയറൊക്കെ കുറഞ്ഞല്ലോ ജിമ്മിന് പോയപ്പോഴേക്കും. എല്ലാരും കയ്യിലോട്ടില്ല ഓരോ കവർ. എന്താണ് പൊതി ഇവിടെ അവിടെ എത്തട്ടാ മതിയോ? ഇങ്ങനെ കൊല്ലുങ്ങള് മറ്റേ അപ്പൊ നമ്മള് നന്ദന വീടൊക്കെ മാറി അടി മേടിച്ചിട്ട് മുകളിലാണ് മനുഷ്യൻ. എന്നിട്ട് വീട് മാറി കയറി. എന്താണ് വീട് മാറി കയറി? ഇവിടെ ഇല്ല, ഇവിടെ വന്നിട്ട് നോക്കണു അതിന്റെ ഇടയിൽ കൂടെ. ഇങ്ങനെ ഞാനുണ്ടല്ലോ, അതിനൊക്കെ ആൾക്കാരുണ്ട്. നല്ല ജിത്തുപോയി മമ്മ നിങ്ങളെപ്പോ തൃശ്ശൂര് വീട്ടിൽ വരണ്ട ഇവരെ മക്കിട്ടിട്ട് നിക്കണ. ഇതെന്തത്? എന്തുകൊണ്ട് ഗിഫ്റ്റ് കൊണ്ടുപോകുന്നതാണ് മോക്ക്? അതെ, സത്യത്തില് ഞാൻ ആഗ്രഹിച്ച സാധനം. ഞാൻ ആഗ്രഹിച്ച സാധനം ഷട്ടിൽ ബാറ്റ്. എന്ത് കൊടുക്കും? അല്ല പിന്നെ. അപ്പൊ ഗൈസ് എന്റെ ബർത്ത്ഡേക്ക് പേരിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തന്ന ഗിഫ്റ്റാണ്. അപ്പൊ ഗൈസ് നമ്മുടെ ജയചേട്ടനും നോറേച്ചിയും എന്റെ ജീവിതം മനസ്സിലായില്ലേ? വന്നില്ലെങ്കിൽ സാഹചര്യം ഉറപ്പായി ദുഃഖവെള്ളിയാണ്. പോലെ ചേട്ടൻ എന്തൊരു വാട്ടം, എന്തൊരു വാട്ടം. ഞങ്ങൾക്ക് എന്തൊരു പാട്ടുണ്ടല്ലോ. നമുക്ക് ചോർന്നാ പക്ഷേ വരണ്ടേ അവിടെ യൂട്യൂബിൽ എടുക്കാറില്ല. ജയചേട്ടാ ഇവിടെ ആൾക്കാരുടെ പോലെ ഒരു
അടുത്ത ഗിഫ്റ്റ് കൊണ്ടുവല്ലേ എന്തായാലും അവിടെ തുറന്ന് നോക്കിയിട്ട് ഞാൻ ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കാം. വാ. സേജ് വാ. ജിത്തു ഭായ്. വാ, വാ. അഭിലാഷിന്റെ വല്ലാരും വാ. അഞ്ചു അത് ഫോട്ടോ എടുക്കും. അത് ചേട്ടൻ പഠിച്ചിട്ട്. അത് കഴിഞ്ഞ് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്ത് ഗിഫ്റ്റ് എടുക്കാം. വാ. ഞാൻ പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. അതെ ഹാപ്പി ബർത്ത്ഡേ. റെസ്റ്റ് എടുത്ത് കിടന്നു നോക്കെ. ഒന്നേ ഇരിക്കോ ഫോട്ടോ എടുക്കാൻ. ചെയ്യാം. ഫോട്ടോ ചേട്ടാ അഭിലാഷ് അവരെടുക്കും ഫോട്ടോ. അതാ പോയോ അവര് പോയി ഡോറ പോയി എന്നില്ല ഗിഫ്റ്റ് വാ എല്ലാവരും ഒരുമിച്ച് പോവോ അഞ്ചൊരു ഫോട്ടോ എടുത്തോളിയേ അഭിലാഷ് എന്തൊരു പ്രേമിച്ചിട്ട് വാ ആദ്യം നിങ്ങൾക്ക് മനസ്സിലായി ഫോട്ടോ എടുക്കും താങ്കു താങ്കു നമ്മളെ സ്വകാര്യം നിങ്ങൾ ഫോട്ടോ എടുക്കാൻ പറ്റില്ലേ വിളിച്ചിട്ടില്ല അഭിലാഷിനെ പോണോ പോവാൻ പറ്റേ ഗൈസ് അപ്പൊ നമ്മുടെ അഭിലാഷായിട്ടും പ്രേമിച്ചെടുക്കോ അഭിലാഷായിട്ട് പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റ് ആണ് കൊണ്ടുപോകുന്നത് എന്താ ഫാൻ ഓഫ് ചെയ്തത് ബൈക്ക് കേട്ടില്ല കേൾക്കും എന്റെ 50 പ്രോ മാക്സ് ദുബായിൽ നടന്നു വരുന്ന 50 പ്രോ മാക്സ് അല്ല കേട്ടാ ഞാൻ പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റ് ചേച്ചേട്ടാ താങ്ക് യു സോ മച്ച് ഞാൻ തുറന്നു നോക്കട്ടെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സാധനമാണ് അതെ ബാറ്റ് ആണോ നോക്കട്ടെ ഗൈസ് വാവ് തട്ടിക്കൂലേ ഒരു വീഡിയോ ഒരു 3 തട്ടുന്ന വീഡിയോ തട്ടണ വീഡിയോ അയച്ചിരുന്നു അയ്യോ ഞാൻ 7 മണിക്ക് ഇരിക്കാറുണ്ട് നമുക്കത് വിശ്വാസമില്ല നീ ഫുഡ് കഴിച്ചിട്ട് ബാക്കി വർത്താനം ഫുഡ് കഴിക്കാം അമ്മോ നീ സോറി വിളിച്ചിട്ട് വെറുതെ വയ്യ സ്നേഹം അതല്ലേ ബർത്ത്ഡേ ഗിഫ്റ്റ് ഫുഡിന്റെ കാര്യത്തിൽ നന്നായി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്നേഹ ചേച്ചി വയറ് കടടുത്ത് അൽഫാമിലി വിളി അൽഫാണോ അൽഫാം ഓർഡർ കൊണ്ടുവരാൻ പറ്റുമോ ഒന്ന് വിളിച്ചു പറയുമോ ചേച്ചനെ കുറച്ച് ഗ്രേവി വെക്കാം ഗ്രേവി വെക്കാം ഓർഡർ ചെയ്യുന്നത് ഓർഡർ ചെയ്തോ ഓർഡർ ചെയ്തോ എന്തായാലും സാഹചര്യം വേണ്ടി വിശമാറില്ല ഓർഡർ ചെയ്തോ ഓർഡർ ചെയ്തോ ഓർഡർ ചെയ്തോ ഓർഡർ ചെയ്തോ ഗൈസ് ഇല്ലില്ല ഓർഡർ ചെയ്തോട്ടെ അൽഫാമല്ലേ ഓർഡർ ചെയ്തോട്ടെ കഴിക്കൂ ഇല്ലില്ല ഓർഡർ ചെയ്തോട്ടെ ഇൻസ്റ്റ ഓർഡർ ചെയ്തോ ഓർഡർ ചെയ്തോ ഓർഡർ ചെയ്തോ സായൊന്നും പറയില്ലല്ലോ ഓർഡർ ചെയ്യാം ഇല്ലില്ല ഓർഡർ ചെയ്തോ ഓർഡർ ചെയ്തോ നിങ്ങൾ ഓർഡർ ചെയ്തോ ഓർഡർ ചെയ്തോ അതെ എനിക്ക് കഴിക്കാനാണ് നിങ്ങൾക്കല്ല എന്നിട്ട് ബിരിയാണി ഉണ്ട് നല്ല ഡീസെന്റ് ആയിട്ട് കഴിക്കുന്ന എല്ലാ ടീമുകളും പക്ഷെ അതിന്റെ ഇടയിൽ ഒരാള് എല്ലി പിടിച്ച് വലിക്കുന്നുണ്ട് ബണ്ണാന്ന് വിചാരിച്ചിട്ട് ബണ്ണല്ലാതെ ഇല്ലാണ് കേട്ടോ
കറക്റ്റ് സാധനം. നോറേജ് പിന്നെ ഡീസൻ്റ് ആണ്. ചേച്ചിയുടെ പിന്നെ പറയേ വേണ്ട. അങ്ങോട്ട് നോക്കൂ. ഓക്കെ അഭിലാഷേട്ടാ നോക്കൂ. അഭിലാഷ് ഒരു 10 സെക്കൻഡ്. സ്നേഹിച്ചി എവിടുന്ന് വരുന്ന വഴിയാണ്? ഗോവയെന്നാണോ വരുന്നേ? ആണോ? സ്നേഹിച്ച് ഗോവയെന്ന് വരാൻ തോന്നുന്നു വിജയിച്ചിയെ. ജിത്തുബായി എവിടുന്നോ? ജിത്തുബായി സ്നേഹിച്ചി എവിടുന്നോ പോയിട്ട് വരികയാണ്. ഒരേപോലത്തെ മറ്റേ കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് യോയോ അടിക്കാൻ പോയതാ. നിങ്ങളെവിടെ പോയിട്ടായിരുന്നു? വാഗമണില്ല. എന്താ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പോയതാണ് ഒക്കെ കൂടിയിട്ട്. ഇവര് പോവാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് എന്റെ ബർത്ത്ഡേക്ക് അതിന്. ഇയാളെന്തിനാ അങ്ങോട്ട് പോണേ? ഇവിടെ ആ അവർക്ക് ഒക്കെ വേണ്ടത് ഞാൻ കൊടുക്കുന്നുണ്ട്. ബൈ 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 ബൈ. അപ്പൂസ് എവിടെ? ജിത്തുബായി നിങ്ങളുടെ തിരി എങ്ങനെയുണ്ട്? ജിത്തുബായി ഞാൻ നല്ലതാണ്. ബർത്ത്ഡേ ഞാൻ ഒരുപാട് ബർത്ത്ഡേ കണ്ടിട്ട് ഇങ്ങനൊരു ബർത്ത്ഡേ നല്ല രസം കേട്ടോ. അടിപൊളിയാണ്. 2-3 വിധം പായസം. ഇവിടെ ഒരാൾക്ക് വയ്യാണ്ടായി. ഏത് ബംഗാളിനെ? നന്ദനാസി പണ്ടത്തെ ഫോട്ടോയാണ്. അവിടെ നോക്കണ്ട. ഇതിലൊരു സാധനം എഴുതിണ്ട്. ഒരു ആൾ വരച്ചെന്താ ഞാൻ അറിഞ്ഞില്ല. ഐ ലവ് യു ബേബി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. വായിച്ചു കറക്റ്റ് വായിക്കും. എന്താണ് ചിത്ത പോയി വയറ് എങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ? ഫുഡും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാ? നിങ്ങൾ ക്ഷീണിച്ചല്ലോ. ഞാൻ പറഞ്ഞു നിങ്ങൾ ക്ഷീണിച്ചല്ലോ. ഞാൻ ഇരുന്നോട്ടാ ഒറ്റയിരിക്കല്. വെക്കേ ഞാൻ കേട്ടോ അവിടെ വെച്ചിട്ടോ. ശരി ഇഷ്ടപ്പെട്ടാ ഫുഡ്? ഇഷ്ടപ്പെട്ടാ ഫുഡ്? എന്താ കിടക്കണ കിടപ്പ്? വാഴ വെട്ടിട്ട പോലാതെ അങ്ങനെയോ? മിഠായി എടുത്തോ. ഇവിടെ വാ. എങ്ങനെ നൈറ്റിട്ട് വന്നിക്കാതെ അവിടെ കാണിക്കും. ഷുഗർ കട്ടാണ്. അല്ല മധുര വീഴാൻ പോയാ? മരിക്കാൻ പോയാ? സായി ചേട്ടന് അൽഫാം പറഞ്ഞായിരുന്നു. കൊക്കപ്പുഴു ഇവിടെ ഫോൺ വിളിച്ച് പോണ. നോറേജിക്ക് ചേച്ചേട്ടന് വേണ്ട. അവര് പോവാന്ന്. ചേച്ചേട്ടന് പയ്യാൻ തോന്നുന്നുണ്ട് കേട്ടോ അല്ലേ? വണ്ടി ഓടിച്ച് പോകണ്ട. രണ്ടാളും ഓടിക്കും മാറി മാറി. അത് തന്നെ കുഴപ്പമില്ല. അതിന് വയ്യ തീരെ. സ്നേഹിച്ചി വയറുന്തിവാ. ആ പിന്നെ ആർക്ക മേടിച്ചാ? ജിത്ത് പോയി വാ വാ. താപിന്റെ നമ്മളെ പോയി നാട്ടിരിക്കണം. ഇങ്ങോട്ടും ഇല്ല ചേട്ടാ ഒരു പീസ് കഴിക്കും. ഞങ്ങളുടെ അൽഫാം കഴിച്ച് നോക്കിയിട്ടില്ലല്ലോ. ആ വാ ഡോ എറ്റോടോ ആടോ ചേട്ടാ. എനിക്ക് നടക്കില്ല. എനിക്ക് കഴിക്ക് നടക്ക്. അല്ല ഫുഡ് എന്റെ മുഖം മറച്ചു വെച്ചിട്ടില്ല. ഷുഗർ ഫീസ് എന്താ എനിക്ക് അന്ന് കൊറിയർ അയച്ചത്? എത്രയാ? 250 പോവാന്ന് വന്നതില് സന്തോഷം. അങ്ങോട്ട് വാ. വന്നതില് സന്തോഷം. ഓ ജയചേട്ടൻ ഷൂട്ടിന്റെ അതെ ഉണ്ടാക്കിയത് അടുത്താ 10 മിനിറ്റ് എത്തും വഴി. സുഷുടെ ഞാൻ ലാസ്റ്റ് റിവീൽ ഉള്ളൂ. ഓക്കെ പൂക്കുത്തിരുത്തുന്ന ആളാണ് അല്ല ഞാൻ പറയുന്നുണ്ട്. പുഴു മനുഷ്യനും കൊക്കുപുഴുവിന്റെ അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ തുടങ്ങിയിട്ട് പ്ലേറ്റ് എടുക്ക്. ആ അതിനോട് എനിക്കറിയാം. അവിടെ കൊക്കപ്പുഴുവിന്റെ ടീം കഴിച്ചോണ്ടിരിക്കുക. എന്താ ചെയ്യാ? അമ്മ പോവാന്ന്. അമ്മയ്ക്ക് വയ്യാണ്ടായി പണ്ടെടുത്ത് എന്റെ അമ്മ പാവം. മസാലസ മസാലസ ഇതെങ്ങനെ ഇതിന്റെ ഇടയിൽ കൂടെ ഒരാള് മസാലസ മസാലസ എന്താണ് അവിടെ പരിപാടി? ജിത്തുബായി ഇവിടെ നിങ്ങൾ കഴിച്ചിട്ട് പോയി കഴിക്കിട്ട് ചേട്ടാ. ജിത്തുബായി അല്ല കഴിച്ചത്, സായിച്ചേരാ കഴിച്ചത്. ജിത്തുബായി കഴിക്കിട്ടാ. കഴിക്കിട്ട് ജിത്തുബായി അടുപ്പിച്ച് ഞാൻ തലയിരിക്കും കഴിക്കും. ഇവര് ഡ്രസ് പോണത് നടക്കൂ.
ഹലോ എന്റെ മോതിരം ഊരാൻ കിട്ടില്ല കേട്ടോ. കൊറേ നേരം എന്റെ കഴിയുമ്പോ മോതിരം ഊരിട്ടു. അത് ഊരാൻ കിട്ടില്ല എന്നിട്ട് കൊറേ നേരം ഇവിടെ ഡിസ്കോ കളിക്കുന്നു. ഊരിട്ടിടന്ന് പോയാ മതി. ഇന്ന് ബർത്ത്ഡേ ഞാൻ വിചാരിച്ചു അതെ എന്റെ മോതിരം തന്നെ വീണ്ടും ഇട്ടുകൊടുത്തു. ലൂസാണ് എന്നിട്ട് വീണ്ടും വീണ്ടും ജിത്തുഭായി അത് ലൂസായിട്ടോളൂ. എനിക്ക് ഇത് സംഭാവന വല്ലാണ്ട് സംഭാവന വേണ്ട. സാധിച്ചട്ടെ എവിടെയാ എനിക്കറിയില്ല. ഞാൻ നാട്ടുകാരെ ഞങ്ങളിപ്പോ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ട് എന്റെ അമ്മേ മണിക്കൂർ സായിച്ചേട്ടൻ റിവ്യൂ പറയാൻ എത്ര കഷ്ടപ്പെട്ടുണ്ടാവില്ല. സ്നേഹിച്ച ഇത്ര കൊലച്ചിരി കാരണം ഇന്നസെന്റ് അരിമണികളാണ് പൊറുക്കിച്ച് അവിടെ അരിച്ചാക്കുകൾ തന്നെ പൊറുക്കിക്കൊണ്ടിരിക്കുന്നു. കഷ്ടപ്പെട്ടാ നിങ്ങൾ വീഡിയോ എടുക്കാൻ കഷ്ടപ്പെട്ടാ. ഈ സ്നേഹമോൾ എന്നെ കൊണ്ട് എല്ലാ ഡ്രസ്സും ഗിഫ്റ്റ് കിട്ടിയ എല്ലാ ഡ്രസ്സും ഇടിപ്പിച്ച് ഒരു വിധമായി ഞങ്ങള് ലോങ് ട്രിപ്പ് കഴിഞ്ഞ് വന്നല്ലേ. അതെ ഇവരൊക്കെ ട്രിപ്പൊക്കെ പോയി അടിച്ചു പൊളിച്ച് സായിച്ചേട്ടൻ തല പോയി ഒറ്റയിടി ബുദ്ധിയൊക്കെ ഉള്ളത് പോയി എന്തൊക്കെ ഒരു വല്ലാത്ത രക്ഷപ്പെടലേക്ക് നടത്തി. സായിച്ചേട്ടൻ ശരിക്കും ബർത്ത്ഡേക്ക് വരണ്ടായിരുന്നില്ല. ഞാൻ മലപ്പുറത്ത് പോയിട്ട് അയ്യോ ഞാൻ ഇന്നലെ ശരിക്കും കണ്ട പോലെയല്ലേ മരിക്കണമെന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു സായിച്ചേട്ടാ. ഈ സ്വപ്നം തന്നെ ശരിക്കും ജിത്തുഭയം കണ്ടു. അത് ഞാൻ പറയും ചെയ്യുന്നുണ്ട് വഴിപാടൊക്കെ ഒന്ന് ചെയ്തു എന്നിട്ട് ഇന്ന് പോയി ഒറ്റയിടി. അയ്യോ രക്ഷപ്പെട്ടു. അല്ലെങ്കിലോ ഞാൻ വിളിച്ചോ സായിച്ചേട്ടന്ന് ഇല്ല ദൈവം ഉണ്ടല്ലോ അല്ലെ. സ്റ്റേജിക്ക് നല്ല വിശ്വാസം സായിച്ചേട്ടനില്ല. സ്റ്റേജിക്ക് വീട്ടുകാർക്കൊക്കെ വിശ്വാസം നമ്മൾ കുഴപ്പമില്ല. ഒരാൾക്ക് മതി വിശ്വാസം. അതെ അത് മതി അത് മതി. പോവാണല്ലേ. അപ്പൊ താങ്ക് യു സോ മച്ച് വന്നതിന്. ഹാപ്പി ബർത്ത്ഡേ. താങ്കൂ. ഒരു പോട്ടെ ഗൈസ് നിക്കൂടെ റൂമൊക്കെ ഇട്ടില്ല. വളരെ നന്ദിയുണ്ട് എന്റെ ബർത്ത്ഡേക്ക് വന്നതിന്. വന്നില്ലെങ്കിൽ കാലും കൈ തല്ലിടിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതെ വാലടിച്ചില്ലെങ്കിൽ കോപ്പി അറിയിച്ചു വരുന്നു പറഞ്ഞു ടിവിക്ക്. ഓക്കെ അപ്പൊ അമ്മ വാലൊന്ന് ചായ കൈ പോകുന്നുണ്ട്. ഓക്കെ ഭക്ഷണം കഴിക്കുന്ന ചെള്ളക്ക് അടിച്ചിട്ടാണ് ഭക്ഷണം കഴിപ്പിക്കുന്നത്. അൽഫാം മേടിച്ചിട്ട് കഴിച്ചില്ല. ബാക്കിയോ ഒരാൾക്കുള്ളതല്ലേ കഴിക്കാറ്റുള്ളൂ. നിങ്ങൾക്കല്ലേ അത് പൂർച്ചാൽ മതി കറക്റ്റ്. അപ്പൊ വന്നതിന് സന്തോഷമുണ്ട്. വന്നതിന് സന്തോഷമുണ്ട്. ഇതൊക്കെ കാണുന്നുണ്ടോ? വന്നതിന് സന്തോഷമുണ്ട്. ജിത്തുഭായി വിളിച്ചിട്ട് ജിത്തുഭായി 12 മണിക്ക് എന്നെ വിളിച്ച് വിഷ് ചെയ്തു ഗൈസ്. എനിക്ക് ജിത്തുഭായിയുടെ അതെ ഇവർക്ക് രണ്ടാളും ചേച്ചി ലൈക്ക് രാത്രി 12 എന്നോട് രാവിലെ അഭി വിളിച്ചിട്ട് വാട്സാപ്പ് മെസ്സേജ് വിളിച്ചു നീ മാടത്തക്കരി എന്നൊക്കെ മാടത്തക്കളി എന്ന് പറഞ്ഞിട്ട് ഫോണില് കന്നഡയൊക്കെ വെച്ചോണ്ടിരിക്കുക. പിന്നെ ഞാനെങ്ങനെ വിളിക്കുക. അപ്പൊ ബർത്ത്ഡേ അടിച്ചു പൊളിച്ചിട്ട് ഞാൻ വിശ്വസിക്കുന്നത് ഗൈസ്. ഞാൻ ജിത്തുഭായി എന്നെ പിച്ചപ്പോ ഞാൻ തിരിച്ച് മാന്തി കൊടുത്തതാണ്. എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ട്. ഇങ്ങനെ പിച്ചിട്ട് തന്നെ നല്ല പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇല്ലാന്ന് പറഞ്ഞിരിക്കാൻ പറ്റും. സായിക്കാണെങ്കിൽ കുഴപ്പമില്ല. സായിനെ പട്ടി മാന്തി 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 സായിക്ക് ശീലാണ്. ഇന്ന് ആദ്യമായിട്ടൊരു പട്ടി അല്ല നന്ദു മാന്തി പാവട്ടാ ഫോൺ സമയത്തില് കൊറേ നേരം മാന്തിട്ട് ഇപ്പോഴാണാക്കിയ. അപ്പൊ കൊമ്പനായിട്ട് സൈഡിൽ പോയിട്ടുണ്ട്. വെള്ളിട്ടത് കാക്കിയെടുക്കാത്ത പോലെ മാറിക്കണു. ചിക്കൻ തിന്ന് ചോറ് തിന്ന് ഒരു സാധനം കൊടുത്തിട്ടില്ല. പോകുമ്പോ പറയാൻ പറ്റും. അല്ല ഇഷ്ടപ്പെട്ടോ? ഫുഡ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? ഞാൻ പല സ്ഥലത്തുനിന്നും ബിരിയാണി കഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബിരിയാണി എന്ത് ബിരിയാണി എന്നെ കുറിച്ച് പറയൂ. എന്റെ ബർത്ത്ഡേ അയ്യോ നന്ദനാണ്. ഞാൻ പല സുഹൃത്തുക്കളെയും കണ്ടിട്ടുണ്ട്. നന്ദനെ പോലെ രസവും
സ്പെഷ്യൽ താങ്ക്സ് അമ്മയ്ക്കാണ് കൂർക്കപ്പേരി അടിപൊളി ഉണ്ടാക്കിയത്. ഓ, ഇത് ഞാൻ കൂർക്കപ്പേരി ഒരു പ്ലേറ്റ് ഫുള്ള് കഴിച്ചു. അടിപൊളി ഇത്. പറയൂ. ഏത് കുറുക്കപ്പേരി? തുറക്കാൻ കഴിക്കില്ലേ? ഏതാന്നില്ല. ആ, പറയൂ. പെർക്കറിനെ പറ്റി പറയൂ. കേക്കിനെ പറ്റി പറയൂ. കേക്ക് കഴിച്ചില്ലേ? ഇല്ല, അത് കിട്ടിയിട്ടില്ല. കേക്ക് കഴിച്ചില്ലേ? അവിടെ വെച്ച് എന്താണ് കഴിച്ചതാണോ അതോ? കേക്ക് കിട്ടിയില്ലേ? അവിടെ കേക്ക് കിട്ടിയില്ലേ? കേക്ക് ഉണ്ട്. അത് വളരെ വളരെ നല്ല. മികച്ച അഭിപ്രായം. ഞാനിപ്പോ ഈ ആഴ്ച ബർത്ത്ഡേ ആയതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച അതെ, മോളുടെ ബർത്ത്ഡേ ആയിരുന്നു, നല്ല ബർത്ത്ഡേ ആയിരുന്നു, അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. അതിന് ഞാൻ ആരും വിളിച്ചിട്ടുണ്ട്. നല്ല ബിരിയാണി പറയൂ. അടിപൊളിയായിരുന്നു. ട്രിപ്പൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ചേച്ചിമാരൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ചേച്ചിയുള്ളൂ. ഒരു ചേച്ചിയുള്ളൂ അല്ലേ? അമ്മായിമാര്? സ്നേഹ ചേച്ചി. അല്ല. വേറെ ചേച്ചി അവിടെ കാണിച്ചു. അപ്പൊ ഒരു പൂവാണല്ലോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെ? അടിപൊളിയായിരുന്നു. ഇനി കൊറേ കാലം ഇതുപോലെ തന്നെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റും. എന്റെ അമ്മേ.